അടിപൊളി പിസ്താച്ചു ബണ്ണും അതേപോലെ തന്നെ ചോക്ലേറ്റ് ബണ്ണും കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഷാഹിദ് തെഹ്റാന്റെ ഇറാനി ചായ എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. നമ്മളിന്ന് കസിൻസൊക്കെ ആയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് വേണം ഇറാനി ചായ കുടിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേക്കും നമ്മൾ കസിൻസായിട്ട് എല്ലാവരായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഇറാനി ചായക്ക് ഒസ്മാനിയ ബിസ്ക്കറ്റിനും കൂടി ഏകദേശം 30 രൂപയാണ് വരുന്നത്. ഇത് ചായ മേടിക്കുമ്പോൾ ഒസ്മാനിയ ബിസ്ക്കറ്റ് അതിൻ്റെ കൂടെ പറഞ്ഞാൽ ഫ്രീ കിട്ടുന്നതാണ്. അങ്ങനെ ഓർഡർ ചെയ്ത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴും സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂറോളം കുറുക്കി ഉണ്ടാക്കുന്ന ചായയാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. സോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കുടിക്കുന്നത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം എന്തായാലും. സാധാരണ ചായ കുടിച്ച് തഴമ്പിച്ചിരിക്കുന്ന എൻ്റെ നാവിന് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും വളരെയധികം സന്തോഷമായെന്ന് തോന്നുന്നു. മണിക്കൂറോളം കുറുക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ പാലിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒസ്മാനിയ ബിസ്ക്കറ്റ്. അത്യാവശ്യം നല്ലൊരു ബിസ്ക്കറ്റ്, സാധാരണ ഒരു കുക്കീസൊക്കെ പോലെ തന്നെ, ബട്ട് കുഴപ്പമില്ല. അത്യാവശ്യം നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സാധനം. സന്തോഷത്തോടു കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ വായിലേക്ക് ഉസ്മാനിയ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു മാതൃകയായി. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റിന് ഇറാനി ചായയിൽ മുക്കിക്കൊണ്ട് ബാക്കി ഞാൻ തന്നെ കഴിച്ചു ഗൈസ്. വേറെ ആർക്കാ കൊടുക്കുക? ഞാൻ കഴിക്കണ്ടേ? ഇനി നിങ്ങളിവിടെ വരികയാണെങ്കിൽ സീറ്റ് കണ്ട അപ്പം തന്നെ ചാടിക്കയറി ഇരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടില്ല. ഞങ്ങളൊക്കെ അവിടെ നിന്നിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ബിസ്ക്കറ്റിനെ ഇത്രയധികം സ്നേഹിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ബിസ്ക്കറ്റിനെ എങ്ങനെ വേദനിപ്പിക്കാതെ ഉള്ളിലാക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചെറുപ്പക്കാരെ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഞങ്ങളുടെ ടേബിളിലേക്ക് എത്തി. ആര്? നമ്മുടെ പിസ്താച്ചു ബണ്ണും അതേപോലെ ചോക്ലേറ്റ് ബണ്ണും. അപ്പോൾ ഒരു പിസ്താച്ചു ബണ്ണും ഒരു ചോക്ലേറ്റ് ബണ്ണും 90 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഞങ്ങളതിൻ്റെ ഒരെണ്ണം പകുതിയാക്കിയിട്ടാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 90 രൂപയ്ക്ക് ഇതൊരു വൃത്തിയാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയും. കുറച്ച് ചോക്ലേറ്റ് ബണ്ണും കുറച്ച് പിസ്താച്ചു ബണ്ണും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ കിളി മാറി. കാരണം അത്രയ്ക്കും ഫില്ലിങ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മട്ടിച്ചത്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇറാനി ചായയും പിസ്താച്ചു ബണ്ണും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദാഹം മാറ്റം ഒരു കുപ്പി വെള്ളവും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാണ്ട് ലൊക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളുടെ DM അയച്ചു തരാം.